ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള അവിടെയാണ് കൂടുതൽ ഭീകരരെ നമ്മൾ വധിച്ചത്. ജെയ്ഷെ മുഹമ്മദ് തലവന്റെ കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ അവിടുത്തെ അന്തേവാസികളാണ്. 600 പേരെങ്കിലും കുറഞ്ഞത് ഒരേ സമയം അവിടെ പരിശീലനം നടക്കുന്നു, അവിടെ കഴിയുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചതാണ്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. 15 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പരിശീലന കേന്ദ്രമാണത്. രതീഷ് നേരത്തെ ചോദിച്ചല്ലോ ഇവർ ഈ അഫീസൈതും ഇവരൊക്കെ എവിടെ ഉണ്ടെന്നുള്ളത്. ഡോണ്ട് ബി സർപ്രൈസ്ഡ്. കാരണം ഞാൻ 2017 ഒരു സ്റ്റഡി നടത്തിയ സമയത്ത് ഈ ദാവൂദ് ഇബ്രാഹിമിനെ യുവമാർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇല്ലെന്ന് പറയുന്നു. നമുക്ക് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ടും എല്ലാം കിട്ടിയിരുന്നത് എവിടെയായിരുന്നു എന്നറിയാം. ഇവരുടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെയും ചൈനീസ് എംബസിയുടെയും നടുക്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ കൊടുത്തിട്ട്, അപ്പം ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹെവിലി പ്രൊട്ടക്റ്റഡ് ഏരിയ, ചൈനീസ് എംബസി അതും പ്രൊട്ടക്റ്റഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിരുന്നു ഇവർ ഈ ദാവൂദ് ഇബ്രാഹിമിനെ വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട് അവിടെ. അവന് വേണ്ടി ചെറിയൊരു പള്ളി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നടക്കാനൊന്നും വയ്യാതെ ഒരു വേസ്റ്റായിട്ട് കിടപ്പുണ്ട് അവിടെ. അവിടെ അതേ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് ഈ രണ്ടുപേരെയും കാണാം. ഡോണ്ട് ബി സർപ്രൈസ്. ഇപ്പോൾ അവർ പറയും ഞങ്ങൾക്കില്ല ഇല്ല എന്ന്. ഇതേപോലെ തന്നെ ഇല്ലെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ ഒരു ഹെവി ടെററിസ്റ്റിനെ കൊണ്ടുപോയിരിക്കുന്ന അവിടുന്ന്. അപ്പോൾ അവരുടെ കയ്യിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ക്യാമ്പിലില്ലെങ്കിൽ ദേ ആർ ഇൻ കറാച്ചി അല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കും. ഇത്രയും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീടും പറയും ഒരു ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളത്. ഞങ്ങൾ എന്നും വിക്റ്റിമാണെന്ന് പറയും. അങ്ങനെ വിക്റ്റിമാണെങ്കിൽ നിങ്ങളെന്തിനാണ് ഈ ബലൂചിസ്ഥാനിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ പോയിട്ട് നോണ്ടാൻ പോകുന്നത്? നിങ്ങളുണ്ടാക്കുന്ന ടെററിസമാണ്. നിങ്ങൾ ആദ്യം അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചുകൊണ്ട് ടെററിസ്റ്റുകളെ വിറ്റു. നിങ്ങളുടെ കച്ചവടമായിരുന്നു അത്. കാരണം ഇവിടെ ട്രെയിൻ ചെയ്തിട്ടുള്ള പിള്ളേരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് അറ്റാക്കപ്പെട്ട കേന്ദ്രമുണ്ടല്ലോ, അതിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ ഉൾപ്പെടെ അവരുടെ ഏറ്റവും അടുത്ത അനുയായികൾ. ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ തന്നെ പങ്കുവയ്ക്കുന്ന പല വിവരങ്ങളും പരിശോധിച്ചാൽ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് conducts regular arms, physical and religious training for its cadres at Markaz Subhanallah. Senior Jaish Muhammad functionaries such as Mufti Abdul Rauf Asgar, de facto head Jaish Muhammad, and other brothers of Maulana Masood Azhar, Chief Jaish Muhammad, and his brother-in-law Yusuf Asgar, Ustad Gauri, head of Jaish Muhammad Armed Forces. 2019 പുൽവാമ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്, അതിനുള്ള പദ്ധതി ഇട്ടിരുന്നത് ഈ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബിക്കാനിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന് നമ്മുടെ സൈനിക അറ്റാക്കിന്റെ എയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. 100 കിലോമീറ്റർ ദൂരമാണ് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി അവരുടെ ഭീകര കേന്ദ്രം നമ്മൾ അറ്റാക്ക് ചെയ്ത്. ആ ഓപ്പറേഷൻ അത് വളരെ വളരെ പ്രധാനമല്ല. ഇങ്ങനെ ഒരു അറ്റാക്ക് അവർ ഇത്രയും ഡിസ്റ്റൻസിലായതുകൊണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമോ? എന്നോടാണോ? അതെ രതീഷ്, ഇപ്പോൾ ഇവിടെ ഈ രാജസ്ഥാൻ സെക്ടറിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്തിൽ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ മുകളിലാണ് മുൾത്താൻ സെക്ടർ. ഈ മുൾത്താൻ സെക്ടർ എന്താണ്? ഇവരുടെ ഒരു ഹെവി ആമഡ് ക്യാമ്പാണ്. അതിൽ ഡിവിഷനും കോറും കമാൻഡ് അടക്കം ഉള്ള അങ്ങനെയുള്ള സന്നാഹമുള്ള ഒരു ആർമി ക്യാമ്പാണ് ഈ മുൾത്താൻ സെക്ടറിലുള്ളത്. അപ്പോൾ അവിടെ വരയ്ക്ക് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇന്ത്യയുടെ ഇൻറ്റൻഷൻ എന്നുള്ളത്. നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾ ഇതുവരെയ്ക്കും എത്തിയിട്ട് അറ്റാക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ബോർഡറിൽ ക്രോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും റിപ്രക്കഷൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ഭീകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ആ ബിക്കാനീർ സെക്ടറിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു അറ്റാക്ക്. അതൊരു വാർണിംഗ് അറ്റാക്കാണ്. അത് മിലിറ്ററി ക്യാമ്പിന് അടുത്തുള്ള ഒരു സ്ഥലത്ത്. അവിടെ ഒരു സിവിലിയനും മരിച്ചിട്ടില്ല, പക്ഷേ അവിടെ വരയ്ക്ക് സാധനം എത്തിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർണിംഗാണത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇനിയും തീരുമാനിക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. നിങ്ങളുടെ രാജ്യം വേണോ? വേണമെങ്കിൽ വേണ്ടായിരിക്കും. നിങ്ങളിവിടെ വന്ന് ചെയ്തതിന് നിങ്ങൾക്ക് അടി കിട്ടി, തിരിച്ചടി കിട്ടി. ആ അടിയും കിട്ടിയിട്ട് നിങ്ങൾ മര്യാദയ്ക്കിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തിന് സേവ് ചെയ്യാൻ പറ്റും. ഇല്ലേ, നിങ്ങൾ എന്ത് ന്യൂക്ലിയർ ബോംബിൻ്റെ ത്രെട്ട് കൊടുത്താലും നിങ്ങൾക്ക് അതൊന്നും പൊട്ടിക്കാനുള്ള മനക്കരുത്തോ ചങ്കൂറ്റമോ നിങ്ങൾക്കില്ല. നിങ്ങളെപ്പോലെ ഇത്രയും വലിയ ഭീരുക്കൾ ഈ ലോകത്തിലില്ല. ആ ഭീരുത്വത്തിനെ നമ്മൾ സഹിച്ചു കുറേ കാലം ഇന്ത്യക്കാർ. അത് ഈ കാശ്മീർ വാലിയിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന അട്രോസിറ്റീസിന് ഒരു കണക്കുമില്ല. നിങ്ങളുടെ മിലിറ്റൻസ് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കാശ്മീരി പെൺകുട്ടികളെ റേപ്പ് ചെയ്തിട്ടുള്ള ചരിത്രം ഞങ്ങൾക്കറിയാം. നിങ്ങളിവിടെ വന്നിരുന്നത് ഒരിക്കലും മിലിറ്റൻസി വളർത്താനോ ഒന്നുമില്ല. ഇന്ത്യയിൽ മനസ്സമാനം കെടുത്താൻ വേണ്ടി മാത്രം നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് കയറ്റിവിട്ടിരുന്ന ആൾക്കാരാണിരുന്നത്. അല്ലാതെ അവിടെ അവർ ഫ്രീഡം ഫൈറ്റേഴ്സോ കാശ്മീരിനെ സെപ്പറേറ്റ് ആക്കാനുള്ള ഫൈറ്റേഴ്സോ ഒന്നുമല്ലായിരുന്നു.
AK-47 കുറേ പൈസയും കൊടുത്തുകൊണ്ട് ട്രെയിനിങ് ക്യാമ്പുകളിൽ നിന്ന് ഇപ്പം നമ്മൾ തകർത്തിരിക്കുന്ന ട്രെയിനിങ് ക്യാമ്പുകളിൽ നിന്ന് കാശ്മീരിലോട്ട് കയറ്റി വിട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ പോലും മനസ്സമാനം കെടുത്തി. പക്ഷേ അവിടെയും എന്തുപറ്റി? ഭരിക്കുന്ന ഓരോരോ ഗവൺമെൻറ്റുകളും എങ്ങനെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല പാകിസ്ഥാന്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ വന്നുകൊണ്ട് എന്ത് ഡിസ്ട്രപ്ഷൻ ചെയ്തു കഴിഞ്ഞാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇന്ന് രാത്രി 1 മണിക്ക് ശേഷം ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരു ഡോസുകൾ. ആ ഡോസ് കൊടുക്കാൻ നമ്മുടെ സൈന്യത്തിലെ ചുണക്കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു സന്ദേശം കൂടി താങ്കളുടെ കയ്യിലുണ്ടാവും. ഞാൻ അറിയുന്ന ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദ ബെസ്റ്റ് സോൾജേഴ്സ് ഇൻ ദ വേൾഡ്, മോസ്റ്റ് ഡിസിപ്ലിൻഡ് സോൾജേഴ്സ്. അവരെ കമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രിവിലേജ് ആൻഡ് ഇറ്റ്സ് എ ലക്ക് ഫോർ. ഞാനൊക്കെ ഒരു ഓഫീസറായിട്ടിരുന്നു, ഞാനൊരു ജവാനായിട്ടും സർവീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാനൊരു ഓഫീസറായിട്ട് സർവീസ് ചെയ്യുന്ന സമയത്താണ് നമുക്കറിയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ജവാൻസ് എന്ന് പറയുന്നത് അവർ ഇത്രയും ഡിസിപ്ലിൻഡും ഓർഡറിനെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാത്ത ആളുകളും ആ ഓഫീസറിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളും രാജ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആ പട്ടാളക്കാരോട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ, യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. ബി കെയർഫുൾ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് കീപ് ഗോയിങ് മാൻ, വി ആർ ഓൾ വിത്ത് യു. ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഓരോ ഇന്ത്യക്കാരനും തരുന്നുണ്ട്. സോ ഗോ ഹെഡ്, വി ആർ വിത്ത് യു. That's all. രക്തം ഒപ്പമുണ്ട്.